ബി.ജെ.പിയിലേക്ക് എത്തിയത് സ്വന്തം ഇഷ്ടപ്രകാരമെന്ന് മറിയക്കുട്ടി. കുടുംബം ഒന്നായി ബി.ജെ.പിക്കൊപ്പം പ്രവർത്തിക്കും. കോൺഗ്രസും CPM-ഉം വഞ്ചിച്ചു. നാട്ടുകാർ തന്ന പൈസ കോൺഗ്രസ് അടിച്ചുമാറ്റി. തന്നെ വലിയവളാക്കിയത് സുരേഷ് ഗോപിയാണ്. ബി.ജെ.പിക്കാർ അല്ലാതെ മറ്റൊരാളും തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്നും മറിയക്കുട്ടി പറഞ്ഞു. ബി.ജെ.പി അംഗത്വം സ്വീകരിച്ച ശേഷം ജനം TV പ്രതിനിധി സുബിൻ തോമസിനോട് സംസാരിക്കുകയായിരുന്നു മറിയക്കുട്ടി. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള സമരത്തിന് നേതൃത്വം നൽകിയ മറിയക്കുട്ടി ചേർത്തി ബി.ജെ.പി മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കുകയാണ്. ബി.ജെ.പി മെമ്പർഷിപ്പ് സ്വീകരിച്ച ശേഷം നിലവിൽ ജനം TVയോടൊപ്പം മറിയക്കുട്ടി ചേർത്തി ചേരുകയാണ്. മറിയക്കുട്ടി ചേർത്തി ഇത്തരത്തിലൊരു മെമ്പർഷിപ്പ് സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ്? നമ്മളൊരു പാർട്ടി ഇരിക്കുന്നവർക്ക് നമ്മളെ കുറ്റേക്കാക്കി അവർ പറയുന്നത് കേൾക്കൊന്നും വേണ്ട. കാണാം ഒരു പാർട്ടി ഇരിക്കണമെങ്കിൽ ന്യൂസെന്ന് പറഞ്ഞാൽ അവനപ്പാട്ട് 2 പ്രാവശ്യം 10 കൊല്ലം നിന്ന് ഒരു മുട്ടുസൂചിയുടെ വേറെ എനിക്ക് ഉണ്ടാക്കി നാട്ടുകാർ വന്ന കാശ് അവനില്ലാതെ എൻ്റെ വീട് ഉദ്ഘാടനം സതീശനാണ് വന്നില്ല. സതീശൻ്റെ വീട്ടിൽ വന്നിട്ട് പോയി. എൻ്റെ വീട്ടിൽ തന്നെ വരണ്ട. കോൺഗ്രസ് എൻ്റെ വീടല്ലേ ഓർമ്മ. സതീശൻ്റെ വീട് അല്ല ന്യൂസിൻ്റെ വീട്ടിൽ ആണോ വരേണ്ടത്? എൻ്റെ വീട്ടിൽ അപ്പുറം നാണം കെട്ടതിൻ്റെ കൂടെ എൻ്റെ സൗകര്യം. അപ്പം നിലവിൽ സുരേഷ് ഗോപിയൊക്കെ വലിയ രീതിയിലുള്ളൊരു സഹായം ചെയ്തതിൻ്റെ സുരേഷ് ഗോപി അല്ല വലിയ ആളാക്കി. കോൺഗ്രസ് അതാണ് ഞാൻ ബി.ജെ.പിയുടെ കൂടെ പോകുന്നത്. സുരേഷ് ഗോപി അല്ല വലിയ ആളാക്കി. അതല്ലാതെ എവിടെ ചെന്നാലും മുരിക്കാശ്ശേരി ചെന്ന് രാജകുമാരി ചെന്ന് തൊടുപുഴ ചെന്ന് ഏത് രാജ്യത്ത് ചെന്നാലും ബി.ജെ.പിക്കാർ എന്നാ കണ്ട് ഓടി വരും. കോൺഗ്രസ്സുകാർ ഒറ്റെണ്ണം മിണ്ടിയതാ. ഈ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്ന് വലിയ അവഗണന ഉണ്ടായോ? ഈ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്ന് വലിയ അവഗണന ഉണ്ടായോ? ഇതുവരെ ഒരു ആപത്തിനും അവരെ കിട്ടിയിട്ടില്ല. CPM-കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? അവരെന്നാ വഴി കോൺഗ്രസിന്റെ ബി.ജെ.പിയുടെ കൊടി പിടിക്കുമെന്ന് ചോദിച്ചു. എന്നെ കൊല്ലാനായിട്ട് എന്നെ തടഞ്ഞു. എന്നിട്ട് പിന്നെ പോലീസിൽ പരാതി കൊടുത്തു. ആ പോലീസുകാർ കോടതി കൊടുത്തു. ഞാൻ ദൈവോളത്തിൽ വഴി പോലീസുകാരോട് ചെന്ന് തിരിഞ്ഞു നോക്കിയില്ല. എന്നാന്ന് ചോദിച്ചില്ല. പിന്നെന്തിനാണ് ഈ രാജീവ് ചന്ദ്രശേഖരിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. സന്തോഷവതിയാണോ? എനിക്ക് അങ്ങനെ സന്തോഷം തന്നെ. സുരേഷ് ഗോപി വന്നേച്ച് കുഴപ്പം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഇഷ്ടമാണ്. ഈ കോൺഗ്രസ്സുകാർ തങ്ങളിൽ ഈ പട്ടിയുടെ കൂട്ട് കളിയല്ലേ? ആ തുമ്പിളി കളിക്കണ കളി എന്നാ ഡാൻസല്ലേ കളി? ഈ സതീശനൊക്കെ എന്നാ കളിക്കണേ? പൊതിയാനൊക്കെ ഒരു ഉപകാരമില്ല. അതാ തുമ്പിളിക്കടുത്ത് തെറിക്കണ്ടോ? ജനക്ക് എന്നാ ഉപകാരം? ഒരു കല്ല് ഉപ്പിന് ഉപകാരമുണ്ടോ അവരെ കൊണ്ട്? ഞങ്ങൾക്ക് അസംബ്ലിക്കടുത്ത് കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളുടെ പാത്രത്തിൽ കഞ്ഞി ഉണ്ടാവില്ല. ബി.ജെ.പിയുടെ സജീവ പ്രവർത്തിക ഇനി തുടരുന്നത് തന്നെയാണോ? അങ്ങനെ തന്നെയാ. അതാളുടെ ഇറങ്ങിയത്. ബി.ജെ.പി എന്നെ വിളിച്ചില്ല. ഞാൻ സ്വന്തം ഇഷ്ടമാണ് വേണ്ടത്. അവരും വിളിച്ചില്ല, അന്നും വിളിച്ചില്ല. എൻ്റെ സ്വന്തം ഇഷ്ടത്താണ്. എൻ്റെ പിള്ളേരും ഉണ്ടാവും, ഞാനും ഉണ്ടാവും. എൻ്റെ അയൽക്കത്ത് ഒരു 5-8 പേരുണ്ടാവും. കുറച്ച് വോട്ട് ഞാൻ കളയപ്പിക്കും ഇവരുടെ കോൺഗ്രസിൻ്റെ. സത്യമാണ്. അത് തന്നെയാണ് എൻ്റെ പ്ലാൻ. എന്നിട്ടേ ആ സതീശൻ എനിക്കട്ടെ എൻ്റെ വീട് അവർ പണിതാണ്. അവിടെ തന്നെ വരണ്ടേ? അല്ലേ? നിസിൻ്റെ വീടാണോ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത്? അവിടെ ചെയ്തേച്ച് പോട്ടെ. എൻ്റെ വീട്ടിൽ 100 ആൾ വന്നിരിക്കുക. അല്ലെങ്കിൽ സതീശൻ മല്ല വെച്ചു. അവരെയും കൂട്ടിക്കൊണ്ട് അതിൻ്റെ സൗകര്യം തന്നുണ്ട്. ഇത് സൗകര്യം തന്നു. ഓക്കെ, എന്തായാലും സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഈ ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചത് എന്നുള്ളതാണ് മറിയക്കുട്ടി ചേർത്തി പറയുന്നത്. ഇനി ബി.ജെ.പിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന നിലപാടിൽ തന്നെ മറിയക്കുട്ടി ചേർത്തി നിൽക്കുകയും ചെയ്യുന്നു. സുബിൻ തോമസ്, ജനം, ഇടുക്കി.